നമസ്കാരം. IPL-ൽ രണ്ടാം കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരിക്കും പ്രഥമ എഡിഷനിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലാണ് സഞ്ജു സാംസണിനും സംഘത്തിനും കാലിടറിയത്. അടുത്ത തവണ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനത്തോടെ കിരീടം നേടാൻ തന്നെയാകും റോയൽസ് സ്വപ്നം കാണുന്നത്. കഴിഞ്ഞ സീസണിൽ കളിച്ച ടീമിൽ മാറ്റങ്ങളോടെയാകും അടുത്ത എഡിഷനിൽ റോയൽസ് കച്ചമുറുക്കുക. ബാറ്റിംഗ് ലൈനപ്പിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകില്ല എങ്കിലും ബൗളിങ്ങിൽ അടിമുടി മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റോയൽസിന്റെ അടുത്ത സീസണിലെ ശക്തമായ പ്ലേയിങ് 11-ൽ ആരൊക്കെയാകും ഇടം പിടിക്കുകയെന്ന് ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. ക്യാപ്റ്റൻ സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായി കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം അദ്ദേഹം തന്റെ സ്ഥിരം റോളായ 3-ാം നമ്പറിൽ തന്നെ തുടരാനാണ് സാധ്യത. യശസ്വി ജയ്സ്വാളിനൊപ്പം ഇന്ത്യയുടെ കൗമാര സെൻസേഷൻ വൈഭവ് സൂര്യവംശിയെ ഓപ്പണിംഗിൽ പരീക്ഷിക്കാനാണ് റോയൽസ് ആലോചിക്കുന്നത്. മെഗാലയത്തിൽ 1,10,00,000 രൂപയ്ക്കാണ് 13-കാരനായ വൈഭവിനെ റോയൽസ് സ്വന്തമാക്കിയത്. ജയ്സ്വാളിനെ സൂപ്പർ താര പദവിയിലേക്ക് വളർത്തിയെടുത്ത റോയൽസ് ഇനി വൈഭവിനെയും ഇതേ രീതിയിൽ ലോകോത്തര താര പദവിയിലേക്ക് വളർത്തിയെടുത്താലും അത്ഭുതപ്പെടാനില്ല. ഇടം കൈൻ ബാറ്ററായ വൈഭവ് ഇപ്പോൾ നടക്കുന്ന അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യക്കായി 2 അർദ്ധ സെഞ്ചുറി ആണ് കുറിച്ചിട്ടുള്ളത്. ഇതും റോയൽസിന് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ജോസ് ബട്ട്ലറുടെ അഭാവത്തിൽ വൈഭവിന് ഓപ്പണിംഗ് റോള് ഏൽപ്പിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. ജയ്സ്വാളിനെ പോലെ ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള താരം തന്നെയാണ് വൈഭവ്. ഇവർക്ക് ശേഷം 3-മനായിട്ടായിരിക്കും സഞ്ജു കളിച്ചേക്കുക. ഇന്ത്യൻ ടീമിനൊപ്പം T20-യിൽ ഓപ്പണറായി കസറിയെങ്കിലും കേരളത്തിന് വേണ്ടി ഈ റോളിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് സഞ്ജു. അതുകൊണ്ട് തന്നെ റോയൽസിൽ തൻ്റെ ഫേവററ്റ് റോളായ 3-ാം നമ്പറിൽ തന്നെ തുടരാനായിരിക്കും സഞ്ജു ശ്രമിച്ചേക്കുക. കഴിഞ്ഞ തവണ 500-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു, അതും ഇതേ പൊസിഷനിൽ നിന്നാണ്. ആദ്യത്തെ കുറച്ച് ബോളുകൾ ശ്രദ്ധയോടെ കളിച്ച ശേഷം പിന്നീട് അഗ്രസീവ് ഷോട്ടുകൾ കളിക്കുകയെന്ന രീതിയാണ് ഇപ്പോൾ സഞ്ജു പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ പൊസിഷൻ 3-ാം നമ്പർ തന്നെയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലേക്ക് വന്നാൽ 4 മുതൽ 6 വരെ സ്ഥാനങ്ങളിൽ ഓൾറൗണ്ടർമാരായ റയാൻ പരാഗ്, നിതീഷ് റാണ, അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേൽ എന്നിവരായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ സീസണിൽ റോയൽസിന്റെ ടോപ്പ് സ്കോററായിരുന്ന പരാഗ് അടുത്ത തവണയും ഫോം ആവർത്തിക്കാനായിരിക്കും ശ്രമിക്കുക. ലേലത്തിൽ പുതുതായി ടീമിലെത്തിയ റാണ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ടീമിന് മുതൽക്കൂട്ടാകുന്ന താരം തന്നെയാണ്. അഗ്രസീവ് ഇന്നിംഗ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ബാറ്റർ കൂടിയാണ് റാണ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം റോയൽസിന്റെ മധ്യനിരയ്ക്ക് കൂടുതൽ കരുത്തേക്കുമെന്നും പ്രത്യാശിക്കാം. 7-8 സ്ഥാനങ്ങളിൽ റോയൽസ് നിരയിലുണ്ടാവുക ഷിംറോൺ ഹെറ്റ്മെയറും വനിന്ദോ ഹസരംഗയുമായിരിക്കും. ഹസരംഗയുടെ സാന്നിധ്യം റോയൽസിന്റെ ബാറ്റിംഗ് ലൈനപ്പിന് കൂടുതൽ ആഴവും നൽകുന്നതായിരിക്കും. മഹീഷ് തീക്ഷ്ണയായിരിക്കും റോയൽസിന്റെ മറ്റൊരു സ്പിന്നർ. പേസ് ബോളിങ്ങിന് ചുക്കാൻ പിടിക്കുക ജോഫ്രെ ആർച്ചറും സന്ദീപ് ശർമ്മയും ചേർന്നായിരിക്കും. യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, നിതീഷ് റാണ, ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെറ്റ്മെയർ, വനിന്ദു ഹസരംഗ, മഹീഷ് തീക്ഷ്ണ, ജോഫ്രെ ആർച്ചർ, സന്ദീപ് ശർമ്മ ഇവരാണ് റോയൽസിന്റെ സ്ക്വാഡിൽ ഉൾപ്പെടുന്നത്. ഇതിൽ മികച്ച 11 തന്നെയായിരിക്കും ടീമിനായി ഇറങ്ങുക.